പെരുന്നാൾ പിറ്റേന്ന് മേപ്പാടിയിൽ നടന്ന ഒരു വാഹനാപകടം. ഈ വാഹനാപകടത്തിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. ആദ്യം കേട്ടവർ ഒരു സാധാരണ അപകടമെന്ന് കരുതി. പക്ഷേ ഇതിനു പിന്നിൽ ഒരു നരഹത്യ നടന്നെന്ന് ആരും അറിഞ്ഞില്ല. ബന്ധുക്കളും കണ്ടുനിന്നവരും ഇത് മനഃപൂർവ്വമായ ഒരു വാഹനാപകടമെന്ന് പറയുന്നു. വയനാട് വിഷൻ ക്രൈം സ്പോട്ട് അന്വേഷണം. മെയ് 8 രണ്ടാം പെരുന്നാൾ ദിനം. ആഘോഷത്തിന്റെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം. പക്ഷേ ആ ദിവസം മേപ്പാടി നെല്ലിമുണ്ടയിലെ ബിയുമ്മയുടെ കുടുംബത്തിന് വലിയൊരു ദുരന്ത ദിനമായിരുന്നു. ബിയുമ്മയും കൊച്ചുമകൻ അഫ്ലഹും മേപ്പാടി മാപ്പിളത്തോട്ടത്തിലെ ബന്ധുവീട്ടിൽ നിന്നും മടങ്ങവേ ഒരു ബൊലേറോ ജീപ്പിലെത്തിയ യുവാക്കളുടെ ലഹരിയും ക്രൂരതയും അവരുടെ ജീവിതത്തെ തലകീഴായി മാറ്റി. ഇതിൽ ശക്തമായ നടപടികൾ ഉണ്ടാവണം. കാരണം ഇനിയൊരു ഉമ്മ ഇതുപോലെ മരണപ്പെടരുത്, ഇനി ഇതുപോലെ ഒരാൾക്കും ഈ ഒരു പ്രയാസം ഉണ്ടാകരുത്. ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ കഴിയുന്ന ഈ പെരുന്നാളിൻ്റെ ദിവസത്തിൽ ഞങ്ങളുടെ ഉമ്മയുടെ ജീവൻ എടുത്തത് അതിൻ്റെ മുഴുവൻ ആളുകളെയും ആ വാഹനത്തിലിരുന്നു ഞങ്ങളുടെ ഉമ്മയെ നേരെ വാഹനം ഇടിക്കട എന്ന് പറഞ്ഞ പ്രതികളെ കൂടി ഉൾപ്പെടുത്തി ശക്തമായ കേസെടുത്ത് അവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മേപ്പാടി വിംസ് ഹോസ്പിറ്റലിലെത്തി ഞങ്ങൾ കാണുമ്പോൾ അപകടത്തിന്റെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല അഫ്ലഹിന്. അപകടത്തിൽ വാഹനത്തിനടിയിൽ കുടുങ്ങിയ അഫ്ലഹിനെ നാട്ടുകാർ വാഹനമുയർത്തിയാണ് പുറത്തെടുത്തത്. 1-ാം മൈലിന് കയറിയപ്പോൾ ഒരു ബൈക്കിൽ വന്ന് ഓണടിച്ച് ഒച്ചപ്പാടാക്കി. കള്ള് ഷാപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ വണ്ടി കയറ്റിയിരുന്നു, മേത്തേക്ക് കൂടെ കയറ്റിയിരുന്നു. സ്കൂട്ടീൻ്റെ ബൈക്കിലിടിച്ചിട്ട് നിലത്ത് വീണെടുക്കണതിൻ്റെ ഉമ്മാൻ്റെ മേത്ത് കൂടെ വണ്ടി കയറ്റിയിരുന്നു. വണ്ടീൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി തന്നെ വലിച്ച് കുറച്ച് ദൂരം വണ്ടി പോയി. അങ്ങനെ മുറികളൊക്കെ സംഭവിച്ചു. മാപ്പിളത്തോട്ടത്തിലെ പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറി വരുന്നതിനിടെ അഫ്ലഹും ബിയുമ്മയും സഞ്ചരിച്ച സ്കൂട്ടർ ചൂരൽമല ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാസർഗോഡ് സ്വദേശികളായ സംഘം സഞ്ചരിച്ച ബൊലേറോ ജീപ്പിന് മുൻപിൽ പെടുന്നു. ഇവിടെ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം. എൻ്റെ അമ്മായിയും ഉപ്പയുടെ പെങ്ങള് പേരക്കുട്ടിയും കൂടി ബൈക്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്തപ്പോൾ ഇവിടെ അവർ വരുന്ന വണ്ടിക്ക് മുന്നിലോട്ട് കയറി അവർ സഡൻ ബ്രേക്ക് ഇട്ടു. സഡൻ ബ്രേക്ക് ഇട്ട് അവൻ സോറി പറഞ്ഞു വണ്ടി പോകാൻ പറഞ്ഞപ്പോൾ ഇവർ പോകാതെ കൂട്ടാക്കാതെ അവിടെ നിന്നു. ഇവന്മാർ പോകാതെ വേക്കിൽ പിന്തുടർന്ന് പോകുന്നതാണ് ഇങ്ങനെ ഓണടിച്ച് വെറുപ്പിച്ചിട്ട്. അപ്പോൾ താഴേക്ക് എത്തിയപ്പോൾ 2 പ്രാവശ്യം താഴെന്നും സൈഡ് കൊടുത്തു. ഈ അവിടെ ടാറിങ് ചെയ്ത നല്ല റോഡുണ്ട്, നല്ല വീതിയില്ല. ആ തുടക്കത്തിൽ തന്നെ 2 പ്രാവശ്യം സൈഡ് കൊടുത്തു എന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ ഈ 3ാമത്തെ സൈഡ് കൊടുക്കുന്നിടത്തുനിന്നാണ് ഇവർ ഇടിച്ചിടുന്നത്. ആദ്യം ഒരു സാധാരണ വാഹനാപകടമാണെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ സ്കൂട്ടറിനും ബൊലേറോ ജീപ്പിനും തൊട്ടുപുറകിലായി ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർ രാജേഷും വാഹനാപകടം നടന്ന സ്ഥലത്തെ ദൃക്സാക്ഷികളും ഞങ്ങളെ അറിയിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ബൊലേറോ തൊട്ട് ബാക്കിലുണ്ട്. അവൻ നേരിട്ട് പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് പെട്ടെന്ന് കയറിയതാണ്. അത് ബൊലേറോ സഡൻ ബ്രേക്ക് ഇട്ടിരുന്നു. ആ സമയത്ത് തന്നെ മുകളിൽ തന്നെ ആ പയ്യനോട് ഇവർ ഷൗട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ബാക്കിലുള്ള എൻ്റെ വണ്ടിയിൽ 3 കുട്ടികൾ പാസഞ്ചേഴ്സ് ആയിട്ടുള്ളവർ. സ്വാഭാവികമായും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് കയറി വരുമ്പോൾ സ്വാഭാവികമായും ആ ഒരു ദേഷ്യം കൊണ്ട് നമ്മൾ പറയും എന്താ ഇവിടെ നോക്കിയിട്ട് ഓടിക്കുന്നത്, അങ്ങനത്തെ ഒരു ഷൗട്ട് അവിടെ ചെയ്യുന്നുണ്ട് വണ്ടിയുടെ ഉള്ളിലുള്ള ആളുകൾ. അതിനുശേഷം നേരെ പോകുന്നു. പഴയ കള്ള് ഷാപ്പ് കഴിഞ്ഞ് കുറച്ച് മുമ്പിലെത്തിയപ്പോൾ ഡയറക്റ്റ് കൊണ്ടിട്ട് ഇടിക്കുകയായിരുന്നു. ഡയറക്റ്റ് കൊണ്ട് ഇടിക്കുന്നതാണ് കാണുന്നത്. ഇടിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മൻ്റെ ബാക്ക് ടയർ കയറി ഇറങ്ങുന്നത് നമ്മൾ കാണുന്നത്. ബോധപൂർവം ഇടിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാനും ബൊലേറോ ഓടിക്കാൻ 14 വർഷമായിട്ട് ഞാൻ ഈ ബൊലേറോ ഓടിക്കുക. ആ വണ്ടിക്ക് യന്ത്രത്തകരാറൊന്നുമില്ല. ആ സഡൻ ബ്രേക്കിൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് അവർ നമ്മളെ വീടിൻ്റെ റോഡിൽ കയറി വരാണ്. ഇവർ അവിടെ നിന്ന് വരുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അത് വരുമ്പോൾ വർത്താനം പറഞ്ഞില്ല എന്താ തമ്മിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സൈഡ് കൊടുക്കില്ല. പിന്നെ സൈഡ് കൊടുക്കുമ്പോൾ സൈഡ് കൊടുക്കാതെ പോലും അങ്ങനെ പോകുന്നത്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല വളമൊന്നുമില്ല. ആ സ്ഥലത്ത് വെച്ച് ഇവർ തട്ടിക്ക ചെയ്തിരിക്കണം. അങ്ങനെ ആ റോഡ് വെക്കാൻ ഞാൻ കണ്ടു. അപ്പത്തെ ഞാൻ എത്തുമ്പോൾ വീണ് കിടക്കുക, ചോരയെ കുളിച്ച് കിടക്കുന്നത്. മറ്റൊരു വണ്ടിൻ്റെ ഉള്ളിലാണ്. അതാ ശബ്ദം കേട്ടിട്ട് നമ്മളിവിടെ ഹോട്ടലിൽ നടത്തുന്ന ആളാണ്. അപ്പം പെട്ടെന്ന് ഇവിടെ തിരക്കുണ്ടായി. എന്നാലും പെട്ടെന്ന് ഇത് കണ്ടപ്പം ഞാൻ 2 കുപ്പി വെള്ളം എടുത്തിട്ട് പോയിട്ട്
വെള്ളം ഞാൻ താത്തായി കൊടുത്തു. അത് കുടിച്ചവരൊക്കെ ഇറക്കി, അപ്പം തന്നെ കഴിഞ്ഞിരിക്കുന്നു. മേപ്പാടിയിലെ ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലഹരിയുടെ ഉന്മാദം റോഡിൽ എത്രമാത്രം അപകടകരമാകാമെന്നതാണ്. ആ യുവാക്കളുടെ കണ്ണില്ലാ ക്രൂരത നഷ്ടപ്പെടുത്തിയ BMAയുടെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും തിരികെ കൊണ്ടുവരാൻ ഇനി ആർക്കാണ് കഴിയുക? കേസിലെ പ്രതിയായ അഖിലിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കെതാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബിയാത്തുമ്മയുടെ മരണം അതിദാരുണമായിരുന്നു. ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കേസിൽ കൂടുതൽ നടപടികളുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.